സുഹൃത്തുക്കളെ, ഇന്ന് സന്തോഷമായ ഒരു കാഴ്ചയാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ, ഞാൻ നട്ട ഒരു പ്ലാവിൽ ആദ്യമായി ചക്ക കായ്ക്കുകയും ആ ചക്ക പാകമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്ലാമരം. എൻ്റെ പ്ലാമരത്തിൽ പിടിച്ച ചക്കകളാണിത്. അതേപോലെ തന്നെ മുകളിലായിട്ടും അവിടെ ഇവിടെയായി കുറേ ചക്കകൾ പിടിച്ചിട്ടുണ്ട്. ആദ്യമായി വീണ ചക്കയാണ് താണ്ട് ഈ കാണുന്നത്. ഇതേ കണ്ടോ, ഈ ചക്കയാണ് ഇതിനകത്ത് ആദ്യമായി വീണത്. ആ ചക്കയാണ് ഇപ്പം പാകമായിട്ടുള്ളത്. നമുക്ക് ഈ ചക്ക വെട്ടി വൃത്തിയാക്കി വേവിച്ചാലോ? ഇപ്പോൾ ഞാൻ പ്ലാവിന് മുകളിലാണ്. ഇതാണ് നമ്മുടെ ചക്ക. ഇതിനെയാണ് നമ്മൾ പടത്താൻ പോകുന്നത്. മനോഹരമായ ഒരു ചക്ക. അപ്പം നമുക്ക് വെട്ടാം. ചെത്താൻ പോവുകയാണ്. അതിൻ്റെ തൊലി മൊത്തം ചെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ചകിരിയുണ്ട്. ചകിരി വെച്ച കറയൊന്ന് തുടച്ച് നീക്കം. ഇനി ഇതിനെ നമുക്ക് വെട്ടി പീസുകളാക്കാം. നോക്കിക്കേ, നല്ല സുന്ദരൻ ചക്കയാണ്. നല്ല വിളഞ്ഞ ചക്ക. ദേ വറുക്കാനും അതുപോലെ വേവിക്കാനും ഒക്കെ നല്ല സുന്ദരൻ ചക്കയാണ്. അടിപൊളി, നല്ല കട്ടിയുണ്ട് ചക്കയ്ക്ക്. ദേ ചക്ക നമ്മൾ വെട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ചവണിയും അതിന്റെ കുരുവൊക്കെ നീക്കം ചെയ്യണം. ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അതിനായി കുക്കർ എടുത്തിട്ടുണ്ട്. 2 ചക്കക്കുരുവും കൂടെ ഇതിന്റെ കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്തായാലും 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി അടയ്ക്കാം. ചക്ക വേവിക്കുന്നതിന് ആവശ്യമായ ചേരുവകളാണിത്. ഇനി അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെക്കാം. ചക്ക അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ചേർക്കാൻ പോവുകയാണ്. അരപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒന്നും കൂടി ഒന്ന് അരപ്പും ഈ ഉപ്പും ഒക്കെ ഒന്ന് ചക്കയിലൊന്ന് പിടിക്കണം. നമ്മൾ ചക്കയിൽ ഉദ്ദേശിച്ച് ഒരു ഉദ്ദേശത്തിലാണ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. എന്തായാലും കറക്റ്റ് ആയിരുന്നു. വലുതായിട്ട് ലൂസും ആയില്ല. എന്നാൽ നല്ല രീതിയിൽ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ നല്ലതായി കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഇളക്കി വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായി ഇളക്കണം. ഇങ്ങനെ ഈ നമ്മളിട്ട അരപ്പും ഉപ്പും എല്ലാം കൂടെ ഒന്ന് കുഴക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. നന്നായിട്ടുണ്ട്. നല്ല ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയും കൂടെ ചെന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഈ ചക്ക വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.